الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സത്യാന്വേഷികളായ പ്രിയ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഈ ഒരു സംസാരത്തിന് ഈയുള്ളവൻ തലവാചകമായി നൽകിയിട്ടുള്ളത് സമസ്തയും മക്കാ മുശ്രിക്കുകളും വിശ്വാസത്തിലെ ചില താരതമ്യം. ഇതാണ് നമ്മുടെ വിഷയം. നമുക്കറിയാം, പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ഇസ്ലാം അഭിസംബോധന ചെയ്ത സമൂഹത്തിൻ്റെ വിശ്വാസം എന്താണ് എന്ന് മനസ്സിലാക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോഴാണ് ഇസ്ലാമിലെ യഥാർത്ഥ തൗഹീദ് എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് മറ്റു വിശ്വാസങ്ങളെയെല്ലാം തന്നെ നാം മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസവുമായി താരതമ്യം ചെയ്യുന്നത്. കാരണം എന്തൊരു കുറ്റമാണോ അവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നത്, അതേ തെറ്റ് ആര് ചെയ്താലും അത് ഇസ്ലാം അംഗീകരിക്കാത്തതാണ് എന്ന് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതേ സന്ദർഭത്തിൽ അവർ ചെയ്ത കുറ്റത്തേക്കാൾ വലിയ തെറ്റുകളാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാലോ അപ്പോൾ വിഷയത്തിൻ്റെ ഗൗരവം ഒന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയും അല്ലാഹുവിൻ്റെ പ്രവാചകനും പഠിപ്പിച്ചിട്ടുള്ള തൗഹീദ് അത് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുവാനും ഇത്തരം ചില താരതമ്യങ്ങളും അതേപോലെയുള്ള പഠനങ്ങളും നമ്മെ സഹായിക്കുന്നതാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ സമസ്തയുടെ വിശ്വാസം നമുക്കറിയാം. അല്ലാഹു അല്ലാത്തവരോടും വിളിച്ചു പ്രാർത്ഥിക്കാമെന്നാണ് അവരുടെ പ്രഖ്യാപിതമായ സമീപനം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നിങ്ങൾ അല്ലാഹുവോടല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കാൻ പാടില്ല എന്നതുമാണ്. അതുകൊണ്ടാണ് സമസ്തയെ നാം പ്രത്യേകം ഈ ഒരു വിഷയത്തിന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം മക്കാ മുശ്രിക്കുകളും അതേപോലെ തന്നെ സമസ്തയുടെയും വിശ്വാസങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒന്നാമത്തത്, മക്കയിലെ മുശ്രിക്കുകൾ വിപൽഘട്ടങ്ങളിൽ, പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ അല്ലാഹുവല്ലാതെ മറ്റാരും ഞങ്ങളെ സഹായിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയവരാണ്. ശ്രദ്ധിക്കുക ഒന്നുകൂടി, മക്കയിലെ മുശ്രിക്കുകൾ അവർക്കൊരു പ്രയാസം നേരിട്ടാൽ, ഒരു പ്രതിസന്ധി നേരിട്ടാൽ അവിടെ ഞങ്ങളെ സഹായിക്കാൻ അല്ലാഹുവല്ലാതെ വേറെ ആരുമില്ല എന്ന് വിശ്വസിച്ചവരാണ്. എന്നാൽ സമസ്തക്കാരായ ആളുകൾ ഏത് പ്രയാസത്തിലും ഏത് പ്രതിസന്ധിയിലും അല്ലാഹുവിനെ കൂടാതെ അവൻ്റെ ഔലിയാക്കളെയോ പ്രവാചകന്മാരെയോ എല്ലാം വിളിച്ചാലും അവരും സഹായിക്കും എന്ന് വിശ്വസിക്കുന്നവരാണ്. ഇനി മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം അതങ്ങനെ തന്നെയായിരുന്നോ എന്ന് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആം 40-41 ആയത്തുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതിൽ 40-ാമത്തെ ആയത്ത് നമുക്ക് പരിശോധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറയുന്നു, മക്കയിലെ മുശ്രിക്കുകളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്. ഖുൽ, നബിയെ അവരോട് ചോദിക്കുക, അറഅയ്തകും, നിങ്ങൾ കണ്ടുവോ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, ഇൻ അതാകും അദാബുല്ലാഹ്, അല്ലാഹുവിൻ്റെ ഒരു ശിക്ഷ നിങ്ങൾക്ക് വന്നെത്തിയാൽ, ഔ അതത്കുമുസ്സാഅ, അല്ലെങ്കിൽ നിങ്ങളുടെ മരണമോ അല്ലെങ്കിൽ അന്ത്യസമയമോ നിങ്ങൾക്ക് വന്നെത്തിയാൽ, അഗൈറല്ലാഹി തദ്ഊൻ, അല്ലാഹു അല്ലാത്ത ആരെയെങ്കിലും നിങ്ങൾ വിളിക്കുമോ, ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ പറയുക. അപ്പോൾ ഈ ആയത്തിലൂടെ അല്ലാഹു മക്കാ മുശ്രിക്കുകളോട് ചോദിക്കാൻ പറയുന്നത്, നിങ്ങൾക്കൊരു പ്രയാസം നേരിടുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ മരണമോ അന്ത്യസമയമോ വന്നെത്തിയാൽ അല്ലാഹു അല്ലാത്തവരെ നിങ്ങൾ വിളിക്കാറുണ്ടോ, നിങ്ങൾ വിളിക്കുമോ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ പറയൂ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഉത്തരം അല്ലാഹു തന്നെ പറയുകയാണ്, അല്ലെങ്കിൽ അവരുടെ അവസ്ഥ അല്ലാഹു തന്നെ പറയുകയാണ്.
ബൽ മറിച്ച് ആ സമയത്ത് ഇയ്യാഹു തദ്ഊൻ നിങ്ങൾ അള്ളാഹുവിനെ മാത്രമാണ് വിളിക്കുന്നത്. ഫയക്ഷിഫു മാ തദ്ഊന ഇലൈഹി ഇൻഷാഅ അപ്പോൾ നിങ്ങൾ ദുആ ചെയ്യുന്ന കാര്യത്തിൽ നിന്ന്, നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസത്തിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് അവൻ ഉദ്ദേശിച്ചാൽ വിടുതി നൽകുന്നു. വതൻസൗന മാ തുശ്രികൂൻ നിങ്ങൾ പങ്കു ചേർക്കുന്നതിന് നിങ്ങൾ മറന്നു പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ മക്കാ മുശ്രിക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കാൻ പറയുന്ന ചോദ്യം വളരെ ശ്രദ്ധേയമാണ്. നിങ്ങൾക്കൊരു പ്രയാസം നേരിടുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് നേരിടുമ്പോൾ, അള്ളാഹുവിൻ്റെ ശിക്ഷ വരുമ്പോൾ, അല്ലെങ്കിൽ അന്ത്യസമയം വരുമ്പോൾ നിങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിളിക്കാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ വിളിക്കുമോ? സത്യസന്ധരാണെങ്കിൽ നിങ്ങൾ പറയൂ. ഉത്തരം അവർ വിളിക്കുകയില്ല എന്നാണ്. അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുകയാണ്, അഗൈറല്ലാഹി തദ്ഊന ഇൻ കുൻതും സാദിഖീൻ നിങ്ങൾക്ക് പ്രയാസം വരുമ്പോൾ അള്ളാഹു അല്ലാത്തവരെ നിങ്ങൾ വിളിക്കുമോ? ഐ ലാ തദ്ഊന ഗൈറഹു നിങ്ങൾ അള്ളാഹു അല്ലാത്ത ഒരാളെയും വിളിക്കുകയില്ല. എന്താ കാരണം? ലിഇൽമിക്കും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇൽമുണ്ട്, അറിവുണ്ട്. എന്താണ് അറിവ്? അന്നഹു ലാ യഖ്ദിറു അഹദുൻ അലാ ദഫ്ഇ ദാലിക സിവാഹ് ഈ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ അള്ളാഹു അല്ലാത്ത ഒരാൾക്കും കഴിയില്ല എന്ന് നിങ്ങൾക്കറിയാം. മക്കയിലെ മുശ്രിക്കുകളുടെ ഇൽമാണത്. അവർ പഠിച്ച് മനസ്സിലാക്കി വെച്ച കാര്യമാണെന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലാതെ ആ സന്ദർഭത്തിൽ സഹായിക്കാൻ മറ്റൊരാൾക്കും കഴിയില്ല എന്നത് അവരുടെ ഇൽമാണ്. ലിഇൽമിക്കും അന്നഹു ലാ യഖ്ദിറു അഹദുൻ അലാ ദഫ്ഇ ദാലിക സിവാ നിങ്ങളുടെ ഇൽമിൽപ്പെട്ടതാണത്. അള്ളാഹുവിനല്ലാതെ പ്രയാസഘട്ടത്തിൽ നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവരെന്താണ് ചെയ്യാറുള്ളത്? ഒരു പരീക്ഷണമുണ്ടാകുമ്പോൾ, ഒരു പ്രയാസമുണ്ടാകുമ്പോൾ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമാണ് വിളിച്ചിട്ടുള്ളത്. വീണ്ടും അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാ പറയുന്നു, ഫി വഖ്തി ദറൂറ ലറൂറത്തിന്റെ സന്ദർഭത്തിൽ, നിർബന്ധിത ഘട്ടത്തിൽ, ലാ തദ്ഊന അഹദൻ സിവാഹ് അല്ലാഹു അല്ലാത്ത ഒരാളെയും നിങ്ങൾ വിളിക്കുകയില്ല. വതദ്ഹബു അൻകും അസ്നാമുക്കും വ അൻദാദുക്കും നിങ്ങളുടെ വിഗ്രഹങ്ങളും അല്ലാഹുവിന് പുറമെ നിങ്ങൾ പങ്കാളികളായി സ്വീകരിച്ച നിദ്ദുകളുമെല്ലാം നിങ്ങളിൽ നിന്ന് മായ്ഞ്ഞു പോകും. അല്ലാഹു അല്ലാത്ത ഒരാളെയും നിങ്ങൾ ആ സന്ദർഭത്തിൽ വിളിക്കുകയില്ല. അപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ പഠിച്ച് മനസ്സിലാക്കിയ, അറിഞ്ഞ ഒരു വിഷയമാണെന്ത്? നിർബന്ധിത ഘട്ടങ്ങളിൽ സഹായിക്കാൻ അല്ലാഹു അല്ലാതെ വേറെ ആരുമില്ല. അതുകൊണ്ട് അവർ അല്ലാഹുവിനെ മാത്രമാണ് വിളിച്ചത്. അതുകൊണ്ടാണ് കപ്പൽ മുങ്ങാൻ പോകുമ്പോൾ അവർ മുഖ്ലിസീന ലഹുദ്ദീൻ കീഴ്വണക്കം നിഷ്കളങ്കമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിളിച്ചത്. ഇനി ഇതേ ആയത്തിന് മഹാനായ മുഹമ്മദ് ബിൻ ജരീർ അത്ത്-തബരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ജാമിഉൽ ബയാനിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്, ബൽ തദ്ഊന ഹുനാക റബ്ബക്കും അത്തരം ഘട്ടത്തിൽ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെയാണ് വിളിക്കുന്നത്. അല്ലദീ ഖലഖക്കും നിങ്ങളെ സൃഷ്ടിച്ച അല്ലാഹുവിനെ, വേറെ ആരെയുമല്ല. വബിഹി തസ്തഗീസൂൻ നിങ്ങൾ ഇസ്തിഗാസ നടത്തുന്നത്, നിങ്ങൾ സഹായം തേടുന്നത്, ഇസ്തിഗാസ നടത്തുന്നത് ആരോടാണ്? അല്ലാഹുവിനോട് മാത്രമാണ്. വ ഇലൈഹി തഫ്സഊന ദൂന കുല്ലി ഷൈഇൻ ഗൈരിഹി അല്ലാഹു അല്ലാത്ത എല്ലാറ്റിനെയും നിങ്ങൾ ഒഴിവാക്കി അല്ലാഹുവിലേക്കാണ് നിങ്ങളുടെ ബേജാറും സങ്കടവും നിങ്ങൾ പറയുന്നതും, നിങ്ങൾ ഇസ്തിഗാസ നടത്തുന്നതും അല്ലാഹുവിനോട് മാത്രമാണ്. അപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ മനസ്സിലാക്കിയത്, പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിക്കാൻ അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. അതുകൊണ്ട് അവർ അല്ലാഹുവിനെ മാത്രമേ വിളിച്ചിരുന്നുള്ളൂ. മറ്റൊരു ഓപ്ഷനെക്കുറിച്ച് അവർക്ക് അറിയില്ലായിരുന്നു എന്നാണ്. വേറൊരു സഹായിയെക്കുറിച്ച് മക്കാ മുശ്രിക്കുകൾക്ക് ആ ഘട്ടത്തിൽ അറിയില്ലായിരുന്നു. ഇനി ഒന്നുകൂടി പരിശോധിക്കുക. പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഹ്ൽ 53-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ ബികും മിൻ നിഅമതിൻ ഫമിനല്ലാഹ് എന്തൊരു നിഅമത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ അതൊക്കെ അല്ലാഹുവാണ് നിങ്ങൾക്ക് നൽകുന്നത്. സുമ്മ ഇദാ മസ്സകുമുദ്ദുറു നിങ്ങൾക്കൊരു ഉപദ്രവം ബാധിച്ചാൽ, ഒരു പ്രയാസം നിങ്ങൾക്കുണ്ടായാൽ, ഫഇലൈഹി തജ്അറൂൻ നിങ്ങൾ അഭയം തേടുന്നത് അല്ലാഹുവിലേക്കാകുന്നു.
ഇത് മക്കയിലെ മുശ്രിക്കീങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള വചനങ്ങളാണ്. ഒരു ഉപദ്രവം അവർക്കുണ്ടായാൽ, ഒരു പ്രയാസമുണ്ടായാൽ അവർ അഭയം തേടുന്നത്, അവർ സഹായത്തിനു വേണ്ടി അപേക്ഷിക്കുന്നത് ആരോടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ്. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്ന ഭാഗം ഇനിയും ശ്രദ്ധിക്കുക. ഐ ലിഇൽമിക്കും, നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ ഇൽമിൽപ്പെട്ടതാണത്. അന്നഹു ലാ യഖ്ദിറു അലാ ഇസാലതിഹി ഇല്ലാ ഹുവ, നിങ്ങളെ ബാധിച്ച ആ ഉപദ്രവം നീക്കാൻ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഫഇന്നകും ഇൻദ ദറൂറാതി തൽജഊന ഇലൈഹി, ലറൂറത്തിൻ്റെ ഹാലിൽ, പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ, നിർബന്ധിത ഘട്ടത്തിൽ നിങ്ങൾ അള്ളാഹുവിലേക്കാണ് അഭയം തേടുന്നത്. വതസ്അലൂനഹു, നിങ്ങൾ അവനോടാണ് ചോദിക്കുന്നത്. വതുലിഹൂന ഫിർ റഗ്ബതി മുസ്തഗീസീന ബിഹി, ഇസ്തിഗാസ ചെയ്തുകൊണ്ട് പ്രതീക്ഷയോടുകൂടി നിങ്ങൾ നിരന്തരം ചോദിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അള്ളാഹുവിനോടാണ്. നോക്കൂ നിങ്ങൾ, മക്കയിലെ മുശ്രിക്കുകൾ അവർ അള്ളാഹുവിൽ പങ്കുചേർത്തവരായിരുന്നെങ്കിൽ കൂടി അവർ മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യമുണ്ടായിരുന്നു. എന്താണത്? പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും സഹായിക്കാൻ കഴിയില്ല. സ്വന്തം നിലക്കും കഴിയില്ല, കൊടുത്ത കഴിവൊന്നും കഴിയില്ല. ഇങ്ങനെ കൊടുത്ത കഴിവൊന്ന് സഹായിക്കുമെന്നും അവർ വിശ്വസിച്ചില്ല. എപ്പോൾ? പ്രതിസന്ധി ഘട്ടത്തിൽ. സ്വന്തം നിലക്ക് സഹായിക്കുമെന്നും അവർ വിശ്വസിച്ചില്ല. മറിച്ച് ആ ഘട്ടങ്ങളിലൊക്കെ സഹായിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ കഴിയൂ. അതുകൊണ്ട് അള്ളാഹുവിനോടെ അവർ ഇസ്തിഗാസ നടത്തിയിട്ടുള്ളൂ, അള്ളാഹുവിനോടെ അവർ ദുആ ചെയ്തിട്ടുള്ളൂ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി സൂറത്തുൻ നഹ്ലിലും സൂറത്തു അൻആമിലൂടെയും പഠിപ്പിക്കുന്നു. പ്രാമാണികരായ പർവ്വത സമാനരായ മഹാപണ്ഡിതന്മാർ, മുഫസ്സിരീങ്ങൾ അതിന് കൊടുത്ത വ്യാഖ്യാനമാണ് നാം ഇവിടെ മനസ്സിലാക്കിയത്. അപ്പോൾ മക്ക മുശ്രിക്കുകൾ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അല്ലാഹുവല്ലാത്ത മറ്റൊരു സഹായിയെ സംബന്ധിച്ച് അവർ അറിഞ്ഞിട്ട് പോലുമില്ല, അവർ ചിന്തിച്ചിട്ട് പോലുമില്ല. അങ്ങനെ ഒരു അഖീദ അവർക്ക് ഇല്ലായിരുന്നു. ശരി, എങ്കിൽ എന്താണ് സമസ്തയുടെ അഖീദ എന്ന് നമുക്ക് പരിശോധിക്കാം. സമസ്തക്കാരായ ആളുകൾ എന്താണ് മനസ്സിലാക്കുന്നത്? പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പ്രയാസഘട്ടങ്ങളിൽ അവരെ സഹായിക്കാൻ അള്ളാഹു മാത്രമാണ് എന്നാണോ സമസ്തയുടെ വിശ്വാസം? അല്ല. നിങ്ങൾ നോക്കൂ, സമ്പൂർണ്ണ മുഹീദ്ദീൻ മാല വ്യാഖ്യാനം മുസ്തഫ ഫൈസിയുടെ കൃതിയാണ്. ആ വ്യാഖ്യാനത്തിൽ നമുക്ക് കാണാം, മുഹീദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത്, ബല്ലേ നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് ബായ് കൂടാ ഉത്തിരം ചെയ്യും ഞാനെന്നോവർ. അഥവാ അദ്ദേഹം അതിന് വ്യാഖ്യാനം പറയുകയാണ്, വല്ല സ്ഥലത്തു നിന്നും എന്നോട് സഹായം ചോദിക്കുന്നവന് വായ് കൂടും മുമ്പ് വേഗത്തിൽ ഞാൻ സഹായം എത്തിക്കും എന്ന് ഷെയ്ഖ് അവർകൾ പറഞ്ഞു. യഥാർത്ഥ മൊയ്തീൻ ഷെയ്ഖ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല സുഹൃത്തുക്കൾ, അത് വേറെ കാര്യം. എന്നാൽ ഇവർ വിശ്വസിക്കുന്ന മൊയ്തീൻ ഷെയ്ഖ് പറഞ്ഞതായി ഇവർ വിശ്വസിക്കുകയും ഇവർ ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന കാര്യം എന്താണ്? നിങ്ങൾ ഏത് നിലത്ത് നിന്ന് മൊഹീദ്ദീൻ ഷെയ്ഖിനോട് സഹായം തേടിയാലും നിങ്ങളുടെ വായ സഹായം തേടി ആ സംസാരം സംസാരിച്ച് വായ പൂടുന്നതിന് മുമ്പ്, അതാണ് വായു കൂടും മുമ്പ് വേഗത്തിൽ എന്ന് ബ്രാക്കറ്റിൽ മൊഹീദ്ദീൻ ഷെയ്ഖ് എന്ത് ചെയ്യുന്നു? ഉത്തരം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ വിളിക്കണമെന്നവർക്കില്ല. അവർക്ക് മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ചാലും മതിയാകുന്നതാണ്. ഇനി ഒന്നുകൂടി കടന്നുകൊണ്ട് ഇനി പറയുന്ന വാചകം നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇത് ഞാൻ വായിക്കുന്നത് വഹ്ദത്തുമാലയുടെ വ്യാഖ്യാനം കെ.വി. മുഹമ്മദ് മുസ്ലിയാർ. കെ.വി. മുഹമ്മദ് മുസ്ലിയാർ എഴുതിയിട്ടുള്ള വഹ്ദത്തുമാല വ്യാഖ്യാനം. ആരാണ് ഈ കെ.വി. മുഹമ്മദ് മുസ്ലിയാർ? ഇദ്ദേഹത്തെക്കുറിച്ച് സുന്നി സാഹിത്യ തറവാട്ടിലെ കാവലാളി എന്നാണ് യഥാർത്ഥത്തിൽ SSFൻ്റെ മുഖപത്രമായ റിസാല വാരിക പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള കെ.വി. മുഹമ്മദ് മുസ്ലിയാർ വഹദത്തുമാലയുടെ വ്യാഖ്യാനത്തിൽ പറയുന്നത്, അയാളെ വിളിച്ചാൽ അള്ളാഹു വിളി കേൾക്കും, അള്ളാഹുവിനെ വിളിച്ചാൽ അയാളും വിളി കേൾക്കും. അതാണ് ഗൗസുൽ അഅ്ളം പറഞ്ഞത്. എന്താണ്? വല്ല നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ് കൂടാതുത്തിരം ചെയ്യും ഞാനെന്നോവർ.
ഏത് നിലത്ത് നിന്ന് നിങ്ങൾ എന്നെ വിളിച്ചാലും വായ കൂടുന്നതിന് മുമ്പ് ഉത്തരം ചെയ്യുമെന്ന് മൊഹീദ്ദീൻ മാലയിലുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഏത് നാട്ടിൽ നിന്ന് എന്നെ വിളിച്ചാലും ഞാൻ ഉടനെ ഉത്തരം ചെയ്യുമെന്നർത്ഥം. കാരണം പറയുന്നത് ശ്രദ്ധിക്കുക. സത്യാന്വേഷികളായ ആളുകളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവരെ, മരണാനന്തര ജീവിതമുണ്ടെന്ന് ചിന്തിക്കുന്നവരെ, ഇവർ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന കാരണം കേട്ടോളൂ നിങ്ങൾ. കാരണം ഗൗസുൽ അഅ്ളമിനെ വിളിച്ചാൽ ഉത്തരം ചെയ്യുന്നത് അള്ളാഹുവാണ് എന്ന് പറഞ്ഞാൽ, മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ചാൽ ഉത്തരം ചെയ്യുന്നത് ആരാണ്? അള്ളാഹുവാണ്. ഇനി അടുത്ത വാചകം ശ്രദ്ധിക്കൂ. അള്ളാഹുവിനെ വിളിച്ചാൽ ഉത്തരം ചെയ്യുന്നത് ഗൗസുൽ അഅ്ളമുമാണ്. നമ്മൾ അള്ളാഹുവിനെ വിളിച്ചാൽ ആ വിളിക്ക് ഉത്തരം നൽകുന്നത് ആരാണ്? മൊയ്തീൻ ഷെയ്ഖാണ്. മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ചാൽ ഉത്തരം ചെയ്യുന്നത് അള്ളാഹുവുമാണ്. ഇത്രക്ക് പച്ചയായ ശിർക്ക് മക്കയിലെ മുശ്രിക്കുകൾ പോലും വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവർ ആരാധിച്ചിരുന്ന ഒരു വിഗ്രഹങ്ങളെ സംബന്ധിച്ചും ഈ ഒരു വിശ്വാസം അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പ്രതിസന്ധി ഘട്ടത്തിൽ ലാത്തയെ വിളിക്കാനോ, ഉസ്സയെ വിളിക്കാനോ, മനാത്തയെ വിളിക്കാനോ, ഹുബലിനെ വിളിക്കാനോ, വദ്, സുവാ, യഗൂസ്, യഊഖ്, നസ്ർ തുടങ്ങി അവർ ആരാധിച്ചിരുന്നവരെ, അല്ലെങ്കിൽ ഇബ്രാഹിം നബിയെ, ഇസ്മായിൽ നബിയെ, ഇവരെ ആരെയും മക്കയിലെ മുശ്രിക്കുകൾ വിളിച്ചില്ല. കാരണം അവരെ വിളിച്ചാൽ അള്ളാഹു കേൾക്കുമെന്നോ, അള്ളാഹുവിനെ വിളിച്ചാൽ ഇവരാണ് കേൾക്കുമെന്നോ എന്നുള്ള ഒരു വിശ്വാസം മക്കയിലെ മുശ്രിക്കുകൾക്ക് പോലും ഉണ്ടായിരുന്നില്ല. അക്കാലഘട്ടത്തിലെ കടുത്ത ശിർക്കിൻ്റെ നേതാക്കൾ പോലും ഇത്തരമൊരാശയം അവരെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല, ലാത്തയെയോ ഉസ്സയെയോ ഏത് നാട്ടിൽ നിന്ന് ഏത് പ്രതിസന്ധിയിൽ വിളിച്ചാലും വായി കൂടുന്നതിന് മുമ്പ് ഉത്തരം നൽകുമെന്നുള്ള വിശ്വാസം മക്കാ മുശ്രിക്കുകൾക്കില്ലായിരുന്നു. സമസ്തക്കാരായ ആളുകളെ ഇന്ന് ഈ കൂട്ടർ പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിക്കുന്ന അത്രക്ക് മോശക്കാരായ നേതാക്കൾ പോലും അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യാതിരുന്നത്. മറിച്ച് അവർ മനസ്സിലാക്കിയത് പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിക്കാൻ അള്ളാഹുവിനെ സാധിക്കൂ. എന്നാൽ അതല്ലാത്ത സന്ദർഭങ്ങളിൽ അവർ അള്ളാഹുവിൽ പങ്കുചേർത്തിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഒരിക്കലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇതേപോലെ സഹായിക്കാൻ കഴിവുള്ള ആളുകളെ സംബന്ധിച്ചുള്ള ഒരു അഖീദയും ഒരു വിശ്വാസവും അവർക്കുണ്ടായിരുന്നില്ല. പറയൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മക്കാ മുശ്രിക്കുകളുടെയും സമസ്തയുടെയും വിശ്വാസമെടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ അപകടം പിടിച്ചതാരാണ്? ഇത് പറയുമ്പോൾ ചില ആളുകൾ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി പറയും, കണ്ടോ മക്കാ മുശ്രിക്കുകളെ മുസ്ലിമീങ്ങളാക്കുന്നു, അവരെ വെള്ള പൂശുന്നു, അവരെ മഹത്വവൽക്കരിക്കുന്നു. ഒരിക്കലുമല്ല. അതുകൊണ്ടാണ് നാം മുശ്രിക്കീങ്ങൾ എന്ന് തന്നെ പറയുന്നത്. മുശ്രിക്ക് എന്നതിൻ്റെ അർത്ഥവും അവരുടെ അവസ്ഥയും അറിയാത്തവരല്ല ഞങ്ങളാരും തന്നെ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കാമെന്ന് നിങ്ങൾ ആരും കരുതരുത്. അത് ശരിയല്ല. ഇവിടെ ഈ താരതമ്യത്തിലൂടെ നാം മനസ്സിലാക്കുന്നത് അവരെക്കാൾ പിഴച്ചുപോയൊരവസ്ഥയിലാണല്ലോ നിങ്ങളും നിങ്ങളുടെ നേതാക്കളും ഉള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി, ആലോചിക്കാൻ വേണ്ടി നസീഹത്തോടുകൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ചാൽ അള്ളാഹുവാണ് ഉത്തരം നൽകുന്നത്, അള്ളാഹുവിനെ വിളിച്ചാൽ മൊയ്തീൻ ഷെയ്ഖാണ് ഉത്തരം നൽകുന്നത്. ഏത് നാട്ടിൽ നിന്ന് മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ചാലും ഉത്തരം കിട്ടും. ഇത് മൊയ്തീൻ ഷെയ്ഖിനെ സംബന്ധിച്ച് മാത്രമുള്ള വിശ്വാസമല്ല, മറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ട ക്ലിപ്പിൽ എന്താണ് പറയുന്നത്, ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കുന്നുണ്ട്. ഒരു പ്രതിസന്ധി വന്നപ്പോൾ അവർ വിളിച്ചത് ആരെയാണ്? ബദരീങ്ങളെയാണ്. അപ്പോൾ സമസ്തക്കാരായ ആളുകൾക്ക് പ്രതിസന്ധി ഘട്ടത്തിലും വിളിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് പ്രതിസന്ധി ഘട്ടത്തിൽ വിളിക്കാൻ അള്ളാഹു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ അകവും പുറവും രഹസ്യവും പരസ്യവും അറിയുന്ന അള്ളാഹുവാണിത് വിശദീകരിക്കുന്നത്. വേറെ ആരെങ്കിലും പറഞ്ഞതോ അല്ലെങ്കിൽ മക്കയിലെ മുശ്രിക്കുകൾ തന്നെ പറഞ്ഞതായിരുന്നെങ്കിൽ നമുക്ക് അവരെ അവിശ്വസിക്കാമായിരുന്നു. പക്ഷേ അവരുടെ അവസ്ഥ അങ്ങനെയാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ്. കാരണം അവരുടെ അവസ്ഥ അള്ളാഹുവിനറിയാം. മറ്റാരേക്കാളും അള്ളാഹുവാണ് ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. അവരങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. മഹാന്മാരായ വ്യാഖ്യാതാക്കൾ അതിന് നമുക്ക് വളരെ കൃത്യമായി മറുപടി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നാം മനസ്സിലാക്കുക, മക്കയിലെ മുശ്രിക്കുകളെക്കാൾ ഒരു പടി കൂടി കടന്ന് അവർ പോലും ആലോചിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാത്ത ഗുരുതരമായൊരവസ്ഥയിലാണ് സമസ്തക്കാരായ ആളുകൾ ഉള്ളത്. സമൂഹമേ, ചിന്തിക്കുക, ആലോചിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി രണ്ടാമത്തെ താരതമ്യം ഒന്ന് ശ്രദ്ധിക്കുക. മക്കയിലെ മുശ്രിക്കുകൾ അവർക്കൊരു പ്രതിസന്ധി നേരിട്ടാൽ അവർ അള്ളാഹുവിന് പുറമെ അവർ പങ്കാളികളായി സ്വീകരിച്ച ആളുകളെയെല്ലാം മറന്നുപോയിരുന്നു. എന്നിട്ട് അവർ ഓർത്തത് ആരെ മാത്രം? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം. അപ്പോൾ അള്ളാഹുവിനെ മാത്രം ഓർക്കുകയും
അവർ പങ്കാളികളായി കരുതിയിരുന്ന ആളുകളെ മറന്നു പോവുകയും ചെയ്യുന്ന അവസ്ഥയായിരുന്നു മക്ക മുശ്രിക്കുകൾക്ക് ഉണ്ടായിരുന്നത്. ഇതാരാണ് നമുക്ക് പറഞ്ഞു തരുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പറഞ്ഞു തരുന്നത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആം 41-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾക്കൊരു പ്രയാസമുണ്ടായാൽ, പ്രതിസന്ധി ഉണ്ടായാൽ, ബൽ ഇയ്യാഹു തദ്ഊന ഫയക്ഷിഫു മാ തദ്ഊന ഇലൈഹി ഇൻ ശാഅ വതൻസൗന മാ തുശ്രികൂൻ. പ്രയാസഘട്ടത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ മാത്രമാണ് വിളിക്കുന്നത്. അവൻ ഉദ്ദേശിക്കുമ്പോൾ ആ പ്രയാസം അവൻ നിങ്ങൾക്ക് നീക്കിത്തരികയും ചെയ്യുന്നു. അങ്ങനെയുള്ള പരീക്ഷണഘട്ടത്തിൽ, പ്രതിസന്ധി ഘട്ടത്തിൽ, വതൻസൗന നിങ്ങൾ മറന്നു പോകുന്നു, മാ തുശ്രികൂൻ നിങ്ങൾ പങ്കുചേർക്കുന്നവയെ. അപ്പോൾ അള്ളാഹുവിനെ മാത്രം ഓർക്കുകയും പങ്കുചേർക്കുന്ന ആളുകളെ മറന്നു പോവുകയും ചെയ്യുന്ന അവസ്ഥയായിരുന്നു മക്ക മുശ്രിക്കുകൾക്കുണ്ടായിരുന്നത്. അവർ അള്ളാഹുവിനെ മാത്രമേ ആ സമയത്ത് ഓർക്കുന്നുള്ളൂ, അല്ലാത്തവരവർ മറന്നു പോകുന്നു. അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാ ആ ആയത്തിന് നൽകിയ തഫ്സീർ, ഫി വഖ്തി ദറൂറതി ലാ തദ്ഊന അഹദൻ സിവാ, അള്ളാഹു അല്ലാത്ത ഒരാളെയും നിർബന്ധിത ഘട്ടത്തിൽ നിങ്ങൾ വിളിക്കുന്നില്ല. വതദ്ഹബു അൻകും അസ്നാമുക്കും വ അൻദാദുക്കും, നിങ്ങളുടെ വിഗ്രഹങ്ങളും അള്ളാഹുവിൽ നിങ്ങൾ പങ്കുചേർത്ത പങ്കാളികളും നിങ്ങളിൽ നിന്നും മായിഞ്ഞു പോകുന്നു. അതേതുപോലെ സൂറത്തുൽ ഇസ്രായിലെ 67-ാമത്തെ വചനം ഉദ്ധരിച്ചുകൊണ്ട് അതിനൊരു തെളിവ് കൂടി അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാ നൽകുകയാണ്. അതും അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ് മക്ക മുശ്രിക്കുകളെ സംബന്ധിച്ച്. എന്താണത്? വഇദാ മസ്സകുമുദ്ദുറു ഫിൽ ബഹരി, കടലിൽ വെച്ച് നിങ്ങൾക്കൊരു ഉപദ്രവം ബാധിച്ചാൽ, വല്ല മൻ തദ്ഊന ഇല്ലാ ഇയ്യാഹ്, അള്ളാഹു ഒഴികെയുള്ള ബാക്കി എല്ലാവരും നിങ്ങളിൽ നിന്ന് മായ്ഞ്ഞു പോകുന്നു, നിങ്ങളുടെ വഴിയിൽ നിന്ന് തെറ്റിപ്പോകുന്നു. നിങ്ങൾ അവരെ ആരെയും ഓർക്കുന്നില്ല, അവരെല്ലാവരും നിങ്ങളുടെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. മറിച്ച് നിങ്ങൾ ഓർക്കുന്നത് ആരെ മാത്രമാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമാണ്. അപ്പോൾ മക്കയിലെ മുശ്രിക്കീങ്ങൾക്കൊരു പ്രയാസം നേരിട്ടാൽ അവർ അള്ളാഹു അല്ലാത്ത ആളുകളെ പങ്കുചേർത്തത് എല്ലാം അവർ മറന്നു പോവുകയും അള്ളാഹുവിനെ മാത്രം അവർ ഓർക്കുകയും ചെയ്യുന്നു എന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നത്, മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇതേപോലെ സമുദ്രത്തിൽ വെച്ച് ഒരു പ്രതിസന്ധി നേരിട്ടപ്പോൾ സമസ്തക്കാരുടെ നേതാക്കന്മാർക്ക് ആരെയാണ് ഓർമ്മ വന്നത് എന്ന് അവർ പറയുന്നതും, അവർ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താണ് എന്നും, അള്ളാഹുവിനെ മാത്രം ഓർമ്മയാവുകയും മറ്റെല്ലാവരും മുറിഞ്ഞു പോവുകയും ചെയ്യേണ്ടുന്ന ഒരു ഘട്ടത്തിൽ പോലും ഇത്തരം ആളുകൾ ഓർക്കുന്നത് ആരെയാണ് എന്ന് ഇനിയുള്ള സംസാരത്തിൽ, ക്ലിപ്പിൽ നിങ്ങളൊന്ന് കേൾക്കുക, ശ്രദ്ധിക്കുക. അതാ കടൽക്ഷോഭം വളരെ വളരെ രൂക്ഷമാവുകയും ഇതാ മരണത്തെ മുഖാമുഖം കാണുന്ന രംഗം, മരിച്ചെന്ന് കടലിൽ മറിഞ്ഞെന്ന് വിശ്വസിക്കുന്ന രംഗം. പക്ഷേ ആ സമയത്തൊക്കെയും വിളിച്ചത് ബദരീങ്ങൾ തവസ്സുലാക്കിക്കൊണ്ട്, ബദരീങ്ങളെ എന്നെ രക്ഷപ്പെടാൻ യഥാർത്ഥത്തിൽ വിരീതൻ മനസ്സ് ഇതിൽ മരിക്ക് വെള്ളത്തിൽ മുങ്ങുക തന്നെ ചെയ്യും. മരിച്ചാൽ ഏതെങ്കിലും മത്സ്യത്തിന്റെ വയറ്റിൽ എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ പോലും, റബ്ബേ എന്നെ എവിടെയെന്ന് കാണാൻ പോലും മനസ്സങ്ങ് തകർന്ന് മറിഞ്ഞ സമയത്ത് ഓർമ്മ വന്നത് ബദരീങ്ങളെ നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല, എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല, നിങ്ങൾ എന്റെ കൈവിടല്ലേ. സഹോദരങ്ങളെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ, ഇതാണ് ഇവർ തമ്മിലുള്ള ഈ ഒരു താരതമ്യം. മക്കാ മുശ്രിക്കുകൾ മറ്റുള്ളവരെ മറന്നപ്പോൾ ഇവർ മറ്റുള്ളവരെ ഓർക്കുകയും അള്ളാഹുവിനെ മറക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇനി മൂന്നാമതൊരു താരതമ്യം നാം മനസ്സിലാക്കുക. എന്താണ് ആ താരതമ്യം? മക്കാ മുശ്രിക്കീങ്ങൾ പ്രതിസന്ധി ഘട്ടങ്ങളിലെങ്കിലും തൗഹീദിൻ്റെ ആദർശത്തിലേക്ക് മടങ്ങിയിരുന്നു. എന്ന് പറഞ്ഞാൽ തൗഹീദിൻ്റെ താല്പര്യം എന്താണോ ആ തൗഹീദിൻ്റെ അവസ്ഥയിലേക്ക് പ്രതിസന്ധി ഘട്ടത്തിലെങ്കിലും അവർ മടങ്ങിയിരുന്നു. എന്നാൽ ആ പ്രയാസം നീങ്ങിയാൽ അവരിൽ മഹാഭൂരിപക്ഷവും, ഒരു ന്യൂനപക്ഷം ഒഴികെ മഹാഭൂരിപക്ഷവും ശിർക്കിലേക്ക് തന്നെ പോവുകയും ചെയ്തിട്ടുണ്ട്. യാതൊരു സംശയവും അതിലില്ല. അത് ഖുർആൻ പല വചനങ്ങളിൽ വ്യക്തമാക്കിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് വിശദീകരിക്കേണ്ടുന്ന ആവശ്യമില്ല. എന്നാൽ പ്രതിസന്ധി ഘട്ടത്തിൽ അവർ തൗഹീദിൻ്റെ ആശയത്തെ, അതിൻ്റെ അടിസ്ഥാന തത്വത്തെ സ്വീകരിച്ചിരുന്നു.
അതെന്താണത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം പ്രാർത്ഥിക്കുക. അതാണ് തൗഹീദിൻ്റെ കാതൽ. ആ കാതൽ ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളിലെങ്കിലും സ്വീകരിക്കാനുള്ള ഒരു അവസ്ഥ മക്ക മുശ്രിക്കീങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ സമസ്തക്കാരായ ആളുകൾക്ക് ഒരിക്കലും അങ്ങനെ അള്ളാഹുവിനോട് മാത്രം എന്നൊരവസ്ഥ അവർക്ക് വരുന്നേയില്ല. കാരണം അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നത് ഇബ്ലീസിൻ്റെ വാദമാണല്ലോ. അപ്പോൾ ഇബ്ലീസിൻ്റെ ഒരു വാദം ജീവിതത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ മനഃപൂർവ്വം ഒരാൾ സ്വീകരിക്കുമോ? ശ്രദ്ധിക്കുക. ഇബ്ലീസിനെ പലരും പല നിലക്കും അനുസരിച്ച് തെറ്റുകൾ ചെയ്യുന്നുണ്ടാകാം. പക്ഷേ ഒരിക്കലും ഒരു മുസ്ലിമായ മനുഷ്യൻ ഞാൻ ഇബ്ലീസിനെ ഇന്ന വിഷയത്തിൽ അനുസരിക്കുമെന്ന് പറയുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നത് ഇബ്ലീസിൻ്റെ വാദമാണെന്ന് മനസ്സിലാക്കുന്ന ഒരു സമസ്തക്കാരൻ, ആ സമസ്തക്കാരന് ഒരിക്കലും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരിക്കലും തന്നെ ആ ഒരു ആദർശം സ്വീകരിക്കാൻ അവർ തയ്യാറാവുകയില്ല. എന്നാൽ മക്ക മുശ്രിക്കുകൾ സമുദ്രത്തിലെത്തിയാൽ അവർ തൗഹീദുള്ള ആളുകളായി മാറിയിരുന്നു. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന അവസ്ഥയാണ് തൗഹീദ് എന്ന് ഉലമാക്കൾ വിശദീകരിക്കുന്നതും മക്ക മുശ്രിക്കീങ്ങൾ അങ്ങനൊരവസ്ഥയിലെത്തിയിരുന്നു എന്നതും പ്രാമാണികമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഉദാഹരണത്തിന് സൂറത്തു അൽ അൻകബൂത്തിലെ 65-ാമത്തെ ആയത്താണ് ഫഇദാ റകിബൂ ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി ഇദാ ഹും യുശ്രികൂൻ. അവർ കപ്പലിൽ കയറിയാൽ ദഅവുല്ലാഹ, അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം നിഷ്കളങ്കമാക്കിക്കൊണ്ട്. എന്നാൽ ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി, അള്ളാഹു അവരെ കരയിലേക്ക് രക്ഷപ്പെടുത്തിയാൽ ഇദാ ഹും യുശ്രികൂൻ, അപ്പോൾ അവർ ശിർക്ക് ചെയ്യുകയും ചെയ്യുന്നു. മഹാനായ ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ജാമിഉൽ ബയാനിൽ രേഖപ്പെടുത്തുന്നത് ഫഇദാ റകിബ ഹൗലാഇൽ മുശ്രികൂന അസ്-സഫീനത ഫിൽ ബഹർ, ഈ മുശ്രിക്കീങ്ങൾ കപ്പലിൽ കയറിയാൽ ഫഖാഫുൽ ഗറഖ വൽ ഹലാക ഫീഹ്, കപ്പൽ മുങ്ങിപ്പോകും, ഞങ്ങൾ നശിച്ചു പോകും എന്ന് ഭയപ്പെടുന്ന ഒരു ഘട്ടം വന്നാൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം നിഷ്കളങ്കമാക്കിക്കൊണ്ട് അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. യഖൂലു അഖ്ലസൂ ലില്ലാഹി ഇൻദ അശ്ശിദ്ദതി അല്ലതി നസലത് ബിഹിമുത് തൗഹീദ. ശ്രദ്ധിക്കുക, അഖ്ലസൂ ലില്ലാഹ്, അവർ അള്ളാഹുവിന് ഇഖ്ലാസ് ഉണ്ടാക്കി, ഇഖ്ലാസുള്ളവരായി തീർന്നു, അള്ളാഹുവിലേക്ക് ഇഖ്ലാസുള്ളവരായി തീർന്നു. ഇൻദ അശ്ശിദ്ദ, ആ ഒരു പ്രയാസത്തിൻ്റെ ഘട്ടത്തിൽ, അല്ലതി നസലത് ബിഹിം, അവർക്ക് വന്നിറങ്ങിയ. എന്തിനെയാണ് അവർ ഇഖ്ലാസ് ഉള്ളതാക്കിയത്? അത്തൗഹീദ, തൗഹീദിനെ എന്ന് പറഞ്ഞാൽ കറകളഞ്ഞ തൗഹീദ്. ഇഖ്ലാസ് ഉള്ള തൗഹീദ് എന്ന് പറഞ്ഞാൽ കറകളഞ്ഞ തൗഹീദിലേക്ക് അവർ മടങ്ങി. വഅഫ്റദൂ ലഹു ത്വാഅ, ത്വാഅത്ത് അനുസരണം അവർ അല്ലാഹുവിന് മാത്രമാക്കി. വഅദ്അനൂ ലഹു ബിൽ ഉബൂദ, അടിമത്തം അത് സമ്പൂർണമായും അവർ അള്ളാഹുവിന് സമർപ്പിച്ചു. വലം യസ്തഗീസൂ ബിആലിഹതിഹിം വഅൻദാദിഹിം, അള്ളാഹുവിന് പുറമെ അവർ സ്വീകരിച്ചിരുന്ന ആലിഹത്തുകളെ, അൻദാദുകളെ, സമന്മാരെ എല്ലാം അവർ ഒഴിവാക്കി. നോക്കൂ നിങ്ങൾ, മക്കാ മുശ്രിക്കുകൾ അവർ ഒരിക്കലും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നത് ശൈത്താൻ്റെ വാദമായി അവർ കണ്ടില്ല. ശൈത്താൻ്റെ വാദമായി അവർ കണ്ടില്ല. മറിച്ച് പ്രതിസന്ധി ഘട്ടത്തിൽ അവർ എന്തു ചെയ്യുന്നു? തങ്ങളുടെ തൗഹീദിനെ ഇഖ്ലാസുള്ളതാക്കുകയും അള്ളാഹുവിനെ മാത്രം അനുസരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും അടിമത്തം അള്ളാഹുവിന് മാത്രം ഏകമാക്കുകയും അവനോട് മാത്രം ഇസ്തിഗാസ നടത്തുകയും അതല്ലാത്ത ഒരാളോടും അവർ ഇസ്തിഗാസ നടത്താതിരിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് പരിശോധിക്കാം ഇബ്നു ജരീർ അത്ത്-തബരിയുടെ തഫ്സീർ. അപ്പോൾ അവർ തൗഹീദ് ഉൾക്കൊള്ളുന്ന ഒരവസ്ഥയിലേക്ക് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലെങ്കിലും അവർ എത്തിയിരുന്നു. കാരണം ഒരിക്കലും അവർക്കതൊരു പിശാചിൻ്റെ വാദമായിട്ടോ മറ്റോ അവർ അതിനെ ഉൾക്കൊണ്ടിരുന്നില്ല. മറിച്ച് അവർ ശരിയായ ഫിത്രത്തിലേക്ക് മടങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി മറ്റൊരു വചനം, സൂറത്തുൽ ഇസ്റാ 17-ാം അധ്യായം 67-ാമത്തെ വചനം. വഇദാ മസ്സകുമുദ്ദുറു ഫിൽ ബഹർ, സമുദ്രത്തിൽ വെച്ച് നിങ്ങൾക്കൊരു ഉപദ്രവമുണ്ടായാൽ വല്ലമൻ തദ്ഊന ഇല്ലാ ഇയ്യാഹ്, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നവരെല്ലാം തെറ്റിപ്പോകും.
അള്ളാഹു മാത്രം ബാക്കിയാകും. അതാണ് ഇല്ലാ ഇയ്യാഹു. അള്ളാഹുവിനോടും അവർ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പക്ഷേ പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാഹുവിനോട് മാത്രമേ അവർ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇല്ലാ ഇയ്യ എന്ന് പറഞ്ഞത്. അവർ പ്രാർത്ഥിച്ചിരുന്നതിനൊക്കെ അവർ ഒഴിവാക്കി അള്ളാഹുവിനൊഴികെ. അപ്പോൾ അവർ അള്ളാഹുവിനോടും പ്രാർത്ഥിച്ചിരുന്നു, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിച്ചിരുന്നു. ഫലമ്മാ നജ്ജാകും ഇലൽ ബർരി അഅറദ്തും, എന്നാൽ കരയിലേക്ക് നിങ്ങൾ വന്നാൽ നിങ്ങളത് അവഗണിച്ച് കളയുകയാണ് ചെയ്യുന്നത്. വകാനൽ ഇൻസാനു കഫൂറ, മനുഷ്യൻ വളരെ നന്ദി കെട്ടവനാണ്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഇബ്നു കസീർ റഹിമഹുല്ല വളരെ കൃത്യമായി വ്യക്തമാക്കുന്നു, ഫലമ്മാ നജ്ജാകും ഇലൽ ബർരി അഅറദ്തും, കരയിലേക്ക് നിങ്ങൾ രക്ഷപ്പെട്ടാൽ നിങ്ങൾ അവഗണിക്കുന്നു, പിന്തിരിഞ്ഞു കളയുന്നു എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഐ നസീതും മാ അറഫ്തും മിൻ തൗഹീദിഹി ഫിൽ ബഹർ, സമുദ്രത്തിൽ വെച്ച് നിങ്ങൾ അള്ളാഹുവിൻ്റെ തൗഹീദിനെ മനസ്സിലാക്കിയത് കരയിലെത്തിയപ്പോഴേക്ക് നിങ്ങൾ മറന്നുപോയി എന്ന് പറഞ്ഞാൽ സമുദ്രത്തിൽ അവർ അള്ളാഹുവിൻ്റെ തൗഹീദിനെ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് ഇബ്നു ജരീർ തബരി റഹിമഹുല്ലാ പറഞ്ഞത്, തൗഹീദിനെ അവർ ഇഖ്ലാസ് ഉള്ളതാക്കി, കറകളഞ്ഞ തൗഹീദ് അവർ അംഗീകരിച്ചു. ആ കറകളഞ്ഞ തൗഹീദാണ് എന്ത് പ്രിയപ്പെട്ടവരെ? അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നത്. മക്ക മുശ്രിക്കുകൾ പോലും സമുദ്രത്തിൽ വെച്ച് അത് അംഗീകരിച്ചു, അവർ അത് ഉൾക്കൊണ്ടു, അവരത് മനസ്സിലാക്കി. എന്നാൽ സമസ്തക്കാർക്ക് ഒരിക്കലും അങ്ങനെ ഒരു ഭാഗ്യമില്ല. കാരണം സമസ്തയുടെ നേതാക്കൾ ഇവരെ പറഞ്ഞു പഠിപ്പിക്കുന്നത് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നത് ഇബ്ലീസിൻ്റെ വാദമാണ്. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനാണ് ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നത്. ഖുർആനിലും ഹദീസിനും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനുള്ള തെളിവുകളാണ് ഉള്ളത്. ഏത് നിലത്തൊന്നും മുഹിദ്ദീൻ ഷെയ്ഖ് അടക്കമുള്ള ഷെയ്ഖുമാരെ വിളിച്ചാൽ അവർ കേൾക്കും, ഉത്തരം ചെയ്യും എന്നിങ്ങനെ പഠിപ്പിക്കപ്പെടുന്ന ഒരു സമുദായം അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. അതുകൊണ്ട് തന്നെ സമുദ്രത്തിൽ അകപ്പെട്ടാൽ പോലും തങ്ങളുടെ നേതാക്കൾ പഠിപ്പിച്ച ആശയം ഹൃദയത്തിലുള്ള ഒരു സമസ്തക്കാരന് പടച്ചറബിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ വന്നാൽ പോലും അവൻ വിചാരിക്കുന്നത് ഞാൻ ചെയ്യുന്നത് ഒരു കുറ്റകൃത്യമാണ്, ഇതൊരു പാപമാണല്ലോ എന്നാണ് അയാൾ വിചാരിക്കുക. നിങ്ങൾ നോക്കൂ, ഈ സമൂഹത്തെ ഈ ആളുകൾ പഠിപ്പിച്ചു വെച്ച ആശയം കൊണ്ടുണ്ടായിട്ടുള്ള ഗുരുതരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കൂ. അള്ളാഹുവിനെ മാത്രം ചിന്തിക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നതൊരു കുറ്റകൃത്യമായിട്ടാണ് സമസ്തക്കാരായ ആളുകൾ കാണുന്നത്. മക്ക മുശ്രിക്കുകൾ പോലും അങ്ങനെ കരുതിയിട്ടില്ല. മക്ക മുശ്രിക്കുകൾ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരിക്കലും അള്ളാഹു അല്ലാത്തവരെ വിളിച്ചിട്ടില്ല. ആലോചിച്ചു നോക്കൂ, ഈ ആളുകൾ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ തിന്മ എന്താണ്, തെറ്റെന്താണ് എന്ന് മനസ്സിലാക്കൂ. ഇതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട താരതമ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത്. കാരണം തൗഹീദിൻ്റെ രുചി സമുദ്രത്തിലെങ്കിലും ആസ്വദിക്കാൻ സാധിച്ചിരുന്നു മക്ക മുശ്രിക്കുകൾക്ക്. എന്നാൽ സമസ്തക്കാരായ ആളുകൾക്ക് കപ്പൽ മുങ്ങാൻ പോകുന്ന സന്ദർഭത്തിൽ പോലും അവർ പറയുന്നത് ബദരീങ്ങളെ നിങ്ങളല്ലാതെ രക്ഷയ്ക്കില്ല, ഓർമ്മയാവുന്നത് ബദരീങ്ങളെയാണ്. ശ്രദ്ധിക്കുക, ചിന്തിക്കുക, മനസ്സിലാക്കുക. ഇനി ഇവിടെ ഈ നിലക്ക് മക്ക മുശ്രിക്കുകളെക്കാൾ മോശമായ ഒരവസ്ഥയിൽ സമസ്ത എത്താൻ പ്രധാനമായും സഹോദരങ്ങളെ 2 കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം, അള്ളാഹുവിനെ മാത്രം വിളിക്കേണ്ടുന്നൊരാവശ്യം സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം അള്ളാഹു കാണുന്നത് പോലെ കാണാനും അള്ളാഹു പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുവാനും ഔലിയാക്കൾക്കും സാധിക്കുന്നു. അള്ളാഹു ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാൻ മറ്റുള്ളവർക്കും കഴിയുമെന്നിരിക്കെ അള്ളാഹുവിനെ മാത്രം വിളിക്കേണ്ട ആവശ്യം എന്താണ്? ഇതാണ് ഇവർ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തത്വം. അതുകൊണ്ട് തന്നെ ഒരു സമസ്തക്കാരന് അള്ളാഹുവിനെ തന്നെ വിളിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മറിച്ച് അവൻ അള്ളാഹു അല്ലാത്തവരെയും വിളിക്കാം. കാരണം അള്ളാഹു കാണുന്നത് പോലെ കാണുന്ന, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുന്ന, അള്ളാഹു പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്ന വേറെയും ഔലിയാക്കളുണ്ട്. അതുകൊണ്ടാണ് ഇവർ മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുന്നത് വിബൽ ഘട്ടത്തിൽ ബദരീങ്ങളെ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ്. എന്താണ് അതിനുള്ള തെളിവ്? ശ്രദ്ധിക്കുക. വലിയുല്ലാഹി സിയം സ്മരണിക എന്ന പുസ്തകം, വലിയുല്ലാഹി സിയം മക്കാമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ആ വലിയുല്ലാഹി സിയം സ്മരണിക എന്ന പുസ്തകത്തിൻ്റെ 32ാമത്തെ പേജിൽ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് സംസ്ഥാന SYS കമ്മിറ്റി പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ആ പുസ്തകത്തിൽ പറയുന്നത് ശ്രദ്ധിക്കുക, നിങ്ങൾ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കുക. സത്യാന്വേഷികളായ ആളുകൾ കാത് നൽകിക്കൊണ്ട്, ഹൃദയം നൽകിക്കൊണ്ട് കേൾക്കുക. അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ്
ഇതിൻ്റെ വിവക്ഷയെന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. കാരണം ഖുദ്സിയായ ഒരു ഹദീസിലുണ്ട്, അടിമകളുടെ കയ്യും കണ്ണും കാതും കാലും ഞാനായി മാറും എന്ന്. ഖുദ്സിയായ ഒരു ഹദീസാണ്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായി ഉലമാക്കൾ വിശദീകരിച്ചിട്ടുമുണ്ട്. പക്ഷേ അതിനെ ദുർവ്യാഖ്യാനിച്ചിട്ട് ഈ ആളുകൾ ജനങ്ങളെ പഠിപ്പിക്കുന്നത് എന്താണ്? അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ വിവക്ഷയെന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു കാണുന്നത് പോലെ കാണുക, കേൾക്കുക, പ്രവർത്തിക്കുക, ഇത് ഔലിയാക്കന്മാർക്ക് സാധിക്കുന്നു. അസാധാരണമായ കേൾവിയും കാഴ്ചയും സിദ്ധിക്കുന്നത് ഒരേ ഒരു ശരീരത്തിലെ അവയവങ്ങൾ കൊണ്ട് തന്നെയാകണമെന്നില്ല. ശരീരവർദ്ധനവിലൂടെ നൽകപ്പെടുന്ന വർദ്ധിച്ച അവയവങ്ങളിലൂടെയും ആകാം. ഈ വീക്ഷണകോണിലൂടെ നോക്കുമ്പോൾ ഔലിയാഇൻ്റെ ശരീരവർദ്ധനവ് എന്ന അനുഭവത്തിന് ഈ ഹദീസും ഉപോത്ബലകമാണ്. അപ്പോൾ എന്താണ്? ധാരാളം കയ്യും കാലും അവയവങ്ങളും ഔലിയാക്കന്മാർക്കുണ്ടാവുമെന്നാണ്. എന്ന് മാത്രമല്ല, അവയവങ്ങൾ മാത്രമല്ല, ഒരുപാട് ശരീരങ്ങളും ഉണ്ടാകും. അപ്പോൾ ഒരു ഔലിയ തന്നെ എല്ലായിടത്തും ഉണ്ടാകും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയപ്പെട്ട ഒരു ഹദീസിനെ ദുർവ്യാഖ്യാനിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നതായി കാണാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെയും ഉറങ്ങുന്നതായി കാണാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുമായിരുന്നു എന്ന് പറഞ്ഞാൽ പ്രവാചകൻ രാത്രിയിൽ ഉറങ്ങാറുമുണ്ട്, നമസ്കരിക്കാറുമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഹദീസാണ്. പക്ഷെ അതിനെ ദുർവ്യാഖ്യാനിച്ചിട്ട് ഒരു ശരീരം ഉറങ്ങുമ്പോൾ വേറൊരു ശരീരം നമസ്കരിക്കുന്നു. ഇത് നബിയുടെ കാര്യത്തിലുണ്ടെങ്കിൽ മറ്റ് ഔലിയാക്കളും ഇതേപോലെ ധാരാളം ശരീരങ്ങളായി, ഒന്ന് മക്കയിലാണെങ്കിൽ മറ്റൊന്ന് മുക്കത്തുണ്ടാവാം. അതേപോലെ തന്നെ കേരളത്തിൽ കാണുന്ന അതേ ഔലിയയെ ഒരുപക്ഷെ ഉത്തർപ്രദേശിലും കാണാം. അവർക്ക് ധാരാളം ശരീരങ്ങൾ, ധാരാളം കൈകൾ, ധാരാളം കാലുകൾ, ഇങ്ങനെ അള്ളാഹു കാണുന്നത് പോലെ കാണാം, പ്രവർത്തിക്കാം, കേൾക്കാം. എല്ലാറ്റിനും ഔലിയാക്കൾക്ക് കഴിയുമെങ്കിൽ പിന്നെ സമസ്തക്കാരുടെ മദ്രസയിൽ അതല്ലെങ്കിൽ സമസ്തക്കാരുടെ പ്രബോധനം കേട്ട് പ്രവർത്തിക്കുന്ന ഒരു സാധാരണക്കാരനായ മുസ്ലിമിന് അള്ളാഹുവിനെ മാത്രം വിളിക്കേണ്ട എന്താവശ്യമാണുള്ളത്? അതുകൊണ്ട് തന്നെ ഇവർ അള്ളാഹു അല്ലാത്ത ഷെയ്ഖുമാരെയും വിളിക്കുന്നു. മാത്രമല്ല, നേരത്തെ നമ്മൾ വായിച്ച ഉദ്ധരണിയിലുള്ളതെന്താണ്? ഏത് നിലത്തുനിന്ന് വിളിച്ചാലും വായി കൂടും മുമ്പേ തന്നെ മൊയ്തീൻ ഷെയ്ഖ് അത്രയും വേഗത്തിൽ ഉത്തരം നൽകുന്നതാണ്. ഇതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമസ്തക്കാരായ ആളുകൾ ജനങ്ങളെ പഠിപ്പിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇവർ അള്ളാഹുവിനെ ഓർക്കുക? എങ്ങനെ ഇവർ അള്ളാഹു അല്ലാത്തവരെ ഓർക്കാതിരിക്കും? അതുകൊണ്ടാണ് വിപൽഘട്ടങ്ങളിലും മറ്റും ഈ ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ആളുകളോടും ഇസ്തിഗാസ നടത്തുന്നതും പ്രാർത്ഥിക്കുന്നതും എന്ന് നാം മനസ്സിലാക്കണം. അതേപോലെ മറ്റൊരു കാരണം കൂടി ഇതിനുണ്ട്. എന്താണ്? മറ്റൊരു കാരണം കൂടി ഈ വിഷയത്തിനുണ്ട്. ഏതാണ് ആ കാരണം എന്ന് പറഞ്ഞാൽ, സമസ്തക്കാരായ ആളുകൾ പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹു അല്ലാത്തവരെ വിളിക്കുന്നു. എന്നാൽ മക്കയിലെ മുശ്രിക്കീങ്ങൾ പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാഹുവിനെ മാത്രമേ വിളിക്കുന്നുള്ളൂ. അതിനുള്ള കാരണം, പ്രതിസന്ധി ഘട്ടം എന്ന ഒരു അവസ്ഥ യഥാർത്ഥത്തിൽ സമസ്തക്കാർക്കില്ല, മക്കാ മുശ്രിക്കുകൾക്കുണ്ടായിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഞാൻ പറയുന്ന വാചകം നിങ്ങൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. വളരെയധികം ചെവിയും കണ്ണും അതേപോലെ തന്നെ നിങ്ങളുടെ ചിന്താശേഷിയും മുഴുവൻ സമർപ്പിച്ചുകൊണ്ടാണ് ഇത് കേൾക്കേണ്ടത്. എൻ്റെ വകയായിട്ടുള്ള വാക്കുകളൊന്നും ഞാൻ പറയുന്നില്ല. മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ച കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. മക്കാ മുശ്രിക്കുകൾക്ക് പ്രതിസന്ധി ഘട്ടം എന്ന് പറഞ്ഞൊരു ഘട്ടം ഉണ്ട്. എന്നാൽ സമസ്തക്കാർക്ക് പ്രതിസന്ധി ഘട്ടം എന്ന ഒരു ഘട്ടമില്ല. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം വിളിക്കേണ്ടുന്ന ഒരു ഘട്ടം മക്കാ മുശ്രിക്കുകൾക്കുണ്ടായിട്ടുണ്ട്. സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അള്ളാഹുവിനെ മാത്രം വിളിക്കേണ്ടുന്ന ഒരു ഘട്ടം എന്നൊരവസ്ഥയില്ല. ഉദാഹരണത്തിന് മഹാനായ ഇമാം റാസി റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ തഫ്സീറാണ് മഫാത്തിഹുൽ ഗൈബ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഇമാം റാസി റഹിമഹുല്ല രേഖപ്പെടുത്തുന്നു. വളരെ ശ്രദ്ധേയമായ പോയിൻ്റാണ്, ശ്രദ്ധിക്കണം. അദ്ദേഹം പറയുന്നത്, മൻ ഇഅ്തഖദ അന്ന ലില്ലാഹി ശരീകൻ, അള്ളാഹുവിന് പങ്കുകാരുണ്ട് എന്ന് ഒരാൾ വിശ്വസിച്ചാൽ, ലം യഹ്സുൽ ലഹുൽ ഇദ്തിറാർ, അവന് നിർബന്ധിത ഘട്ടം അഥവാ അള്ളാഹുവിനെ വിളിക്കേണ്ടുന്ന നിർബന്ധിത ഘട്ടം എന്ന ഒരു ഘട്ടം ഇല്ല. ഇൻ കാന ഹാദൽ മഅബൂദു ലാ യൻസുറുനി ഫദാകൽ ആഖറു യൻസുറുനി. അതെന്താ കാരണം? ഒരുപാട് ഇലാഹുകളുള്ള സഹായികളുള്ള ഒരാൾക്ക് എന്നെ ഇന്ന ദൈവം സഹായിച്ചിട്ടില്ലെങ്കിൽ വേറെ ഒരാൾ സഹായിക്കാനുണ്ട് എന്ന ചിന്തയുണ്ട്.
ഇപ്പം നിർബന്ധിത അവസ്ഥ വരിക എങ്ങനെയാണ്? ഇപ്പം നമുക്കറിയാം, പിന്നെ നമ്മുടെ മുമ്പിൽ മറ്റൊരു ഓപ്ഷൻ ഇല്ലാതിരിക്കുമ്പോഴാണ് ഏതെങ്കിലും ഒന്നിനെ മാത്രം നമുക്ക് ആശ്രയിക്കേണ്ടി വരിക. ഒരുപാട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇതിലേതും തിരഞ്ഞെടുക്കാൻ പറ്റും, അങ്ങനെയല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതാണ് ഇളുത്തിറാറിൻ്റെ ഘട്ടം എന്ന് പറയുന്നത്. ഓപ്ഷൻ ഉണ്ടാകുമ്പോൾ ഇളുത്തിറാറില്ല. അതുകൊണ്ടാണ് നിർബന്ധിത ഘട്ടത്തിൽ മദ്യപിക്കാം എന്ന ഒരു ഹുക്കുമ് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. എങ്ങനെ? ഒരാൾ മരുഭൂമിയിലകപ്പെട്ടു, ശ്രദ്ധിക്കുക, ഒരാൾ മരുഭൂമിയിലകപ്പെട്ടു, അതല്ലാതെ എനിക്ക് കുറച്ച് കള്ളു കുടിച്ചാലേ ശരിയാവൂ അതുകൊണ്ട് ഞാൻ കുടിക്കും, അതല്ല കേട്ടോ പറഞ്ഞത്. മറിച്ച് ഒരാൾ മരുഭൂമിയിലകപ്പെട്ടു, അതല്ലെങ്കിൽ വെള്ളമില്ലാത്ത ഭക്ഷണമില്ലാത്തൊരു സ്ഥലത്ത് അകപ്പെട്ടു, ജീവൻ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി. അവിടെ കുടിക്കാൻ മദ്യമല്ലാത്ത മറ്റൊരു പാനീയവുമില്ലെങ്കിൽ അയാൾക്ക് തൻ്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ അത്രയും കുടിക്കാം. ശരിയാണല്ലോ, ഇത് ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ്. കാരണം അവിടെ ഒരു ലറൂറത്തിൻ്റെ ഘട്ടമുണ്ട്. എന്നാൽ വെള്ളവുമുണ്ട്, പാലുമുണ്ട്, മറ്റു ജ്യൂസും എല്ലാം ഉണ്ട്, മദ്യവുമുണ്ട്, എങ്കിൽ അയാൾക്ക് അത് കുടിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം അവിടെ ലറൂറത്തിൻ്റെ ഘട്ടം വരുന്നില്ല. കാരണം ഓപ്ഷൻസ് ഉണ്ട്, വേറെയും തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ലറൂറത്തിൻ്റെ ഘട്ടം വരുന്നത് അല്ലാഹുവല്ലാതെ വേറെ ആരുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു ഘട്ടമാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന ഉത്ഭവിക്കുന്നത് പോലും അങ്ങനെയാണ്. പ്രാർത്ഥന വരുന്നത് പോലും ഈ ഒരു ലറൂറത്തിൻ്റെ ഘട്ടത്തിലാണല്ലോ. അപ്പോൾ മഹാനായ ഇമാം റാസി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നത്, മൻ യഅതഖദ അന്ന ലില്ലാഹി ശരീകൻ ലം യഹ്സുൽ ലഹുൽ ഇഗ്തിറാർ, അള്ളാഹുവിന് കടയൊത്ത പങ്കുകാരുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇഗ്തിറാറിൻ്റെ ഘട്ടമില്ല. ഇൻ കാന ഹാദൽ മഅബൂദു ലാ യൻസുർനി, ഒരു ആരാധ്യൻ എന്നെ സഹായിച്ചിട്ടില്ലെങ്കിൽ ഫദാക്കൽ ആഖിറു യൻസുർനി, വേറൊരു ആരാധ്യൻ എന്നെ സഹായിക്കും. അപ്പോൾ ഓപ്ഷൻ ഉണ്ട്, ആരെയും വിളിക്കാം. എന്നിട്ട് അദ്ദേഹം തെളിവായി ഓതി, അമ്മൻ യുജീബുൽ മുദ്തറ ഇദാ ദആ വയക്ഷിഫു സ്സൂഅ വയജ്അലുകും ഖുലഫാഅൽ അർദി അഇലാഹും മഅല്ലാഹ് ഖലീലൻ മാ തദക്കറൂൻ. വിഷമസന്ധിയിൽ അകപ്പെടുമ്പോൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവൻ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരം നൽകുന്നത് ആരാണ് എന്ന പരിശുദ്ധ ഖുർആനിലെ വചനവും അദ്ദേഹം അതിന് തെളിവായിട്ട് ഓതുകയുണ്ടായി. അപ്പോൾ മക്ക മുശ്രിക്കുകൾക്ക് അല്ലാഹു അല്ലാതെ വേറെ ആരും സഹായിക്കാനില്ല എന്നുള്ള ഇഗ്തിറാറിൻ്റെ ഘട്ടമുണ്ടെങ്കിൽ സമസ്തക്കാർക്ക് അങ്ങനെ ഒരു ഘട്ടമില്ല. കാരണം എല്ലാ ഔലിയാക്കൾക്കും അള്ളാഹു കാണുന്നത് പോലെ കാണാൻ പറ്റും, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കാൻ പറ്റും, അള്ളാഹു പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ പറ്റും, എവിടെയും വരാൻ സാധിക്കും, എന്തു സഹായവും അവരോട് ചോദിക്കുകയും ചെയ്യാം. ഇലാഹാണെന്ന വിശ്വാസമില്ലെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുന്ന മുഴുവൻ കാര്യങ്ങളും പടപ്പുകളോട് ചോദിക്കാം, ഒരു വിരോധവുമില്ല, അവർ ഉത്തരം ചെയ്യുമെന്നാണ് സമസ്തക്കാർ വിശ്വസിക്കുന്നത്, ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ കപ്പൽ മുങ്ങാൻ പോകുമ്പോഴും അള്ളാഹുവിനെ വിളിച്ചുകൊള്ളണം എന്നൊരു നിബന്ധന സമസ്തക്കാർക്കില്ല. ജീവിതത്തിൽ മുഴുവൻ അള്ളാഹുവിനെ അവർ വിളിച്ചിട്ടില്ലെങ്കിൽ പോലും സമസ്തയുടെ വീക്ഷണത്തിൽ അതൊരു കുറ്റമേ അല്ല. ശ്രദ്ധിക്കുക, ഒരാൾ ജനിച്ചതിന് ശേഷം മരിക്കുന്നത് വരെ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നേ ഇല്ല എന്ന് വിചാരിക്കുക. മുഴുവൻ വലിയകളോടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ പോലും സമസ്തയുടെ വീക്ഷണപ്രകാരം ഇലാഹാണ് എന്ന വിശ്വാസമില്ലാതെയാണ് ഈ പ്രാർത്ഥന നടത്തുന്നതെങ്കിൽ അള്ളാഹുവിനെ വിളിച്ചു കൊള്ളണം എന്ന ഒരു നിബന്ധനയും സമസ്തക്കാർക്കില്ല. മാത്രമല്ല, മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ചാൽ തന്നെ കേൾക്കുന്നത് അള്ളാഹുവാണെങ്കിൽ ഇത് മൊയ്തീൻ ഷെയ്ഖിന് മാത്രമുള്ളതല്ല, മറ്റെല്ലാ ഔലിയാക്കൾക്കും ഇത് ബാധകം തന്നെയാണ് അവരുടെ നിയമപ്രകാരം. അതുകൊണ്ട് തന്നെ ഇവർ ഔലിയാക്കന്മാരെ വിളിച്ചാൽ വിളി കേൾക്കുന്നത് അള്ളാഹുവാണ് എന്ന് ഇവർ സമൂഹത്തെ പറഞ്ഞു പഠിപ്പിച്ചതിനാൽ ഇവർക്ക് ആരെയും വിളിക്കാം. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ചിന്തിക്കുക, ഗുരുതരമായ ഈ കുറ്റകൃത്യത്തെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇവരുടെ പ്രധാനപ്പെട്ട ചില ആളുകളൊക്കെ മരിക്കുന്ന സമയത്ത് പോലും ബദരീങ്ങളെയെന്നോ മൊയ്തീൻ ഷെയ്ഖയെന്നോ വിളിച്ചാൽ ഒരു കുഴപ്പവുമില്ല. അത്തരം ഘട്ടത്തിൽ പോലും നിങ്ങളെ സഹായിക്കാൻ ഈ ഷെയ്ഖുമാർ ഓടിയെത്തും. ആ ഭാഗം കൂടി നിങ്ങളൊന്ന് കേട്ടാൽ നിങ്ങൾക്ക് ഈ വിഷയത്തിന്റെ ഗൗരവം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പറയുന്നു, മുഹിയുദ്ദീൻ ഷെയ്ഖിനെയല്ലേ കാവൽ വിളിച്ചത്? കാവൽ വിളിച്ചാൽ കാവൽ കൊടുക്കുന്ന ആളാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ മുഹിയുദ്ദീൻ ഷെയ്ഖ് എന്ന് വിളിച്ച മുഅ്മിനിന്റെ അടുത്ത് മുഹിയുദ്ദീൻ ഷെയ്ഖ് വരും. അത് വിളിച്ചാൽ അവിടെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ കഴിവ് കൊണ്ട് അല്ലാഹു അദ്ദേഹത്തിന് കഴിവ് കൊടുത്തിരിക്കും. അപ്പൊ നിങ്ങൾ സംശയിക്കണ്ട, മുഹിയുദ്ദീൻ ഷെയ്ഖെ കാക്കണേ എന്ന് പറഞ്ഞാൽ അങ്ങനെ മരിച്ചു പോവില്ല. ആ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ കാവൽ അപ്പ കിട്ടും. ഉടനെ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂടി പറയും. അതും കൂടി പറഞ്ഞിട്ടേ അവൻ മരിക്കൂ. ഇതാണ് ഇതിന്റെ മറുപടി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ താരതമ്യങ്ങളിലൂടെ
മക്കാ മുശ്രിക്കുകളും സമസ്തക്കാരും വിശ്വാസരംഗത്ത് എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ഈ ഒരു സംസാരം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് ഈ സംസാരം നാം തുടർന്നുകൊണ്ടേയിരിക്കും. അള്ളാഹുവിൻ്റെ ദീൻ തൗഹീദ് കൃത്യമായി പഠിപ്പിക്കുക എന്നതാണല്ലോ നമ്മുടെ ജീവിത ദൗത്യം എന്ന് പറയുന്നത്. മക്കക്കാരായ ആളുകൾ അഥവാ മക്കയിലെ മുശ്രിക്കീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവന് കിടയൊത്ത പങ്കുകാരില്ല എന്നവർ അംഗീകരിച്ചിരുന്നെങ്കിലും അള്ളാഹുവിൻ്റെ കീഴിലുള്ള അള്ളാഹുവിൻ്റെ അടിമകളായ അള്ളാഹു നൽകിയത് ഉടമപ്പെടുത്തുക മാത്രം ചെയ്യുന്ന ചില ആളുകളുണ്ട് എന്ന് അവർ വിശ്വസിച്ചിരുന്നു. എന്നാൽ സൃഷ്ടികൾക്ക് അള്ളാഹു കൊടുക്കുന്ന കഴിവിന് പരിധിയുണ്ട് എന്നായിരുന്നു മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം. അതുകൊണ്ടാണ് പ്രതിസന്ധി ഘട്ടത്തിൽ അവർ അള്ളാഹുവിനെ മാത്രം വിളിച്ചത്. കാരണം സൃഷ്ടികളിൽ ഒരാൾക്കും തന്നെ പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിക്കാനുള്ള ഒരു കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട് എന്ന് മക്ക മുശ്രിക്കുകൾ വിശ്വസിച്ചിട്ടേയില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് വിളിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അവരെ എല്ലാം അവർ ഒഴിവാക്കി അല്ലാഹു സുബ്ഹാനഹു തആലയെ മാത്രം വിളിച്ചത് എന്തിനാണ്? അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടികൾക്ക് കൊടുക്കുന്ന, അതല്ലെങ്കിൽ അവർ പോലും ആരാധ്യന്മാരാണ്, ഇലാഹുകളാണ് എന്ന് വിശ്വസിച്ചവർക്ക് അള്ളാഹു കൊടുക്കുന്ന കഴിവിന് പരിധിയുണ്ട് എന്ന് അവർ വിശ്വസിച്ചിരുന്നു. ഉദാഹരണത്തിന് ഇമാം മുസ്ലിം റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ് അതിന് തെളിവ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. ഖാല കാനൽ മുശ്രികൂന യഖൂലൂൻ, മുശ്രിക്കീങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നു തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ, ലബ്ബൈക ലാ ശരീക ലക്, അല്ലാഹുവേ നിനക്ക് പങ്കുകാരില്ല, നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകിയിരിക്കുന്നു, ലാ ശരീക ലക്, നിനക്ക് പങ്കുകാരില്ല. അങ്ങനെ പറയുമ്പോൾ ഫയഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറയും, വൈലക്കും ഖദ്, മതി മതി, നിങ്ങൾ നിർത്തൂ, ഇനി അങ്ങോട്ട് പറയരുത് എന്ന് പറയും. പക്ഷെ അവർ വീണ്ടും പറയും, ഫയഖൂലൂന ഇല്ലാ ശരീകൻ ഹുവ ലക, നിനക്ക് ഉള്ള ചില പങ്കുകാരുണ്ട്, ആ ചില പങ്കുകാരുണ്ട്, ഹുവ ലക, അവർ നിനക്കുള്ളതാണ്, തംലികുഹു, അവരെ നീയാണ് നിയന്ത്രിക്കുന്നത്, വമാ മലക്, അവർക്ക് എന്തെല്ലാം കഴിവുകളുണ്ടോ അതെല്ലാം ഉടമപ്പെടുത്തുന്നതും നീ തന്നെയാണ്. അപ്പോൾ അള്ളാഹു കൊടുത്ത കഴിവുള്ള അള്ളാഹുവിൻ്റെ കീഴിലുള്ള ചില പങ്കുകാരെയാണ് അവർ അംഗീകരിച്ചിട്ടുള്ളത്. എന്നാൽ അതേ ആളുകൾ പ്രതിസന്ധി ഘട്ടത്തിൽ ഈ പറഞ്ഞ ഒരു ശരീക്കിനെയും വിളിച്ചില്ല. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത് മക്ക മുശ്രിക്കീങ്ങൾ അവരുടെ ആരാധ്യന്മാർക്ക് പരിധിയില്ലാതെ അള്ളാഹു കഴിവ് കൊടുക്കുമെന്നോ, ഏത് നാട്ടിൽ വെച്ച് എപ്പോൾ വിളിച്ചാലും അള്ളാഹു കാണുന്നത് പോലെ കണ്ട് കേട്ട് ഉത്തരം ചെയ്യുമെന്നോ മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ സമസ്തക്കാരായ ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരല്പം കൂടി വിശദീകരണം ഞാൻ പിന്നീട് നൽകും. എന്നാൽ സമസ്തക്കാരായ ആളുകളുടെ വിശ്വാസപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടികൾക്ക് അവനെപ്പോലെ തന്നെയുള്ള പരിധിയില്ലാത്ത കഴിവ് നൽകുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. CK മുഹമ്മദ് ബാക്കവിയുടെ ബൾബ് എന്ന് പറയുന്ന ഒരു കൃതി, അതിൻ്റെ 57-ാമത്തെ പേജിൽ നമുക്ക് കാണാം, ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് മനുഷ്യൻ്റെ അറിവിന് അള്ളാഹുവിൻ്റെതുപോലെ പരിധിയും മറയും ഇല്ലെന്നാണ്. നിങ്ങൾ നോക്കൂ, ഗൗരവപ്പെട്ട ഈ വാക്കൊന്ന് ശ്രദ്ധിക്കൂ. മനുഷ്യൻ്റെ അറിവിന് അള്ളാഹുവിൻ്റെതുപോലെ പരിധിയും മറയും ഇല്ലെന്നാണ്. കാരണം അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് വിതരണം ചെയ്യപ്പെടുന്നതാണ് അവയെല്ലാം തന്നെ, അള്ളാഹു കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ പോലെ തന്നെ പരിധിയും മറയുമില്ലാത്ത അറിവ് സൃഷ്ടികൾക്ക് അള്ളാഹു നൽകുന്നു എന്നാണ് ഇവരുടെ വിശ്വാസം. ഇനി ഇസ്തിഗാസ എന്ന പുസ്തകം 10-ാമത്തെ പേജ്, സുലൈമാൻ സഖാഫി മാളിയേക്കലിൻ്റെ പുസ്തകമാണ്. ഇദ്ദേഹത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ സുലൈമാൻ സഖാഫി മാളിയേക്കലിൻ്റെ ഇസ്തിഗാസ എന്ന പുസ്തകത്തിലെ 10-ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നത്, അള്ളാഹുവിനെ പോലെ കാണുമെന്നോ കേൾക്കുമെന്നോ ഒരു വലിയനെ കുറിച്ച് പറയുന്നത് ശിർക്കാവുകയില്ല എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനെ പോലെ തന്നെ കാണും, അള്ളാഹുവിനെ പോലെ തന്നെ കേൾക്കുമെന്ന് ഒരു വലിയനെ കുറിച്ച് പറഞ്ഞാൽ അത് ശിർക്കാവൂല. കാരണം അത് അള്ളാഹു കൊടുക്കുന്നതാണ്. അള്ളാഹു ആ നിലക്ക് പരിധിയില്ലാതെ കാണാനും കേൾക്കാനുമെല്ലാമുള്ള കഴിവ് സൃഷ്ടികൾക്ക് നൽകുന്നു. നേരത്തെ നാം CM സ്മരണികയിൽ പറഞ്ഞതുപോലെ അള്ളാഹു കാണുന്നത് പോലെ കാണുക, കേൾക്കുക, പ്രവർത്തിക്കുക.
അപ്പോൾ അള്ളാഹു പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ അള്ളാഹുവിനെയും വിളിക്കാം, വലിയനെയും വിളിക്കാം. ഇപ്രകാരം പരിധിയില്ലാത്ത കഴിവ് സൃഷ്ടികൾക്ക് കൊടുക്കുന്നു എന്ന അന്ധവിശ്വാസമാണ് സമസ്തക്കാർക്കുള്ളത്. മക്കാ മുശ്രിക്കുകൾ ശിർക്ക് ചെയ്തിരുന്നെങ്കിൽ പോലും ഇത്രക്ക് കടുത്ത രൂപത്തിൽ അവർ വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ലാത്തക്കോ ഇസ്സക്കോ മനാത്തക്കോ ഒന്നും തന്നെ ഈ രൂപത്തിൽ എവിടുന്ന് വിളിച്ചാലും കേൾക്കാനും ഉത്തരം ചെയ്യാനും സാധിക്കുമെന്ന് അവർ കരുതിയില്ല. അത്തരമൊരു പരിധിയില്ലാത്ത കഴിവ് സൃഷ്ടികൾക്ക് അള്ളാഹു കൊടുക്കുമെന്ന് പോലും മക്കാ മുശ്രിക്കുകൾ മനസ്സിലാക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ മക്കാ മുശ്രിക്കുകൾ ശിർക്ക് ചെയ്തവർ തന്നെയാണ്. ആ ആളുകളുടെ ശിർക്കിനെതിരെയാണ് ശക്തമായി ഇസ്ലാം രംഗത്ത് വന്നതെങ്കിൽ ഇന്നത്തെ സമസ്തക്കാരുടെ അഖീദ പ്രകാരം ഇസ്ലാം എത്രമാത്രം ഇവരുടെ വിശ്വാസത്തിന് എതിരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അവനെ മാത്രമേ ആരാധിക്കാവൂ, അവനോട് മാത്രമേ സഹായം തേടാവൂ എന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്ലാമിൻ്റെ ആദർശം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹുവേ, നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. അപ്പോൾ സഹായം തേടേണ്ടതും ഇസ്തിഗാസ നടത്തേണ്ടതും എല്ലാം തന്നെ സൃഷ്ടാവായ ഏകനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം. ഇതാണ് ഇസ്ലാമിൻ്റെ അഖീദ. എന്നാൽ അതിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ചുകൊണ്ട് മക്കാ മുശ്രിക്കുകളെപ്പോലും തോൽപ്പിക്കുന്ന രൂപത്തിലുള്ള അഖീദ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അങ്ങേയറ്റത്തെ ഷിർക്കിലും ഖുറാഫാത്തിലും ജനങ്ങളെ തളച്ചിടാൻ വേണ്ടി സമസ്തയുടെ നേതാക്കൾ ശ്രമിക്കുന്നു എന്നത് പകൽ വെളിച്ചം പോലെയുള്ള യാഥാർത്ഥ്യമാണ്. ഇത്രയും പ്രമാണങ്ങൾ ഉദ്ധരിച്ചതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും സമസ്തക്കാർ മക്കാ മുശ്രിക്കുകളെക്കാൾ എത്ര ഗുരുതരമായ തെറ്റായ വിശ്വാസങ്ങളാണ് ജനങ്ങളെ പഠിപ്പിക്കുന്നതെന്ന്. അതുകൊണ്ട് ഈ വിഷയത്തെ ഗൗരവപൂർവ്വം പഠനവിധേയമാക്കണം, ആലോചിക്കണം, ചിന്തിക്കണം. ഇത് നമ്മളുടെ പരലോകത്തിൻ്റെ വിഷയമാണ് എന്ന ബോധം നമുക്ക് വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സത്യം മനസ്സിലാക്കുവാൻ വേണ്ടി ശ്രമിക്കുക, മനസ്സിലാക്കിയ സത്യങ്ങൾ മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക. ഈ സംസാരം നിങ്ങൾ മറ്റുള്ള സത്യാന്വേഷികളായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം. ഇൻഷാ അല്ലാഹ്, അള്ളാഹു തൗഫീഖ് ചെയ്താൽ ഇനിയും നമ്മുടെ സംസാരം തുടരും. എല്ലാവരും ആ തുടർന്നുള്ള സംസാരങ്ങളും ശ്രദ്ധിക്കണമെന്ന് വിനീതമായി ആവശ്യപ്പെടുന്നു. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.